സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് കണ്ടാലോ? നല്ല പഴുത്ത ഏത്തപ്പഴമുണ്ടെങ്കിൽ അത് കളയണ്ട കേട്ടോ. നന്നായൊന്ന് ചോപ്പ് ചെയ്തെടുത്ത് നെയ്യിലോ എണ്ണയിലോ ഇട്ട് വഴറ്റി നല്ല സോഫ്റ്റായി വരുമ്പോൾ ചതച്ച് വെച്ചിട്ടുള്ള ഏലക്കായും പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ചിരകിയെടുത്തിട്ടുള്ള അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് പഴമൊക്കെ നന്നായി ഉടച്ചെടുക്കാം. സ്റ്റവ് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമായി കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഏത്തപ്പഴം നന്നായി വെന്ത് നല്ല സോഫ്റ്റായി വരണം. ഈ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് കുഴച്ച് ഉരുട്ടിയെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. സ്വീറ്റ് ഡിഷാണെന്ന് വെച്ച് ഇതിനെ കട്ട്ലറ്റിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ് ഇത്. ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.